വലിയേട്ടൻ ഉദ്യോഗം കഴിഞ്ഞ് മക്കളിങ്ങ് എത്തിയോ? ഇന്നത്തിരി വൈകി. എന്താണെന്ന് അറിയില്ല, ഇന്നും ഭയങ്കര വിശപ്പ്. ആശാനെ 2 ദോശ എടുത്തൊക്കെ മലത്തി അടിച്ചേ. എനിക്കൊരു ത്രിബിൾ ഓംലെറ്റും. ത്രിബിൾ ആക്കണ്ടടാ, ഫോറബിൾ ആക്കാം. ആശാന്റെ ഇഷ്ടം. ഇവന്റെ ഒക്കെ ഓർഡർ കേട്ടാ ഞാൻ കാശ് തരുന്ന പോലെയാ. നിനക്കൊന്നും ഇവിടുന്ന് പച്ച വെള്ളം തരത്തില്ല. അവന്റെയൊക്കെ തന്തമാരെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പനും കൂടെ ഇങ്ങനെ തുടങ്ങിയ അവന്മാർ എന്താ ചെയ്യും? ഇടാ, നിനക്ക് നിന്റെ കൂട്ടുകാർക്കും ചെലവിന് തരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായവാടാ. യുവമാരാ നിന്നെ കൊണ്ട് കിടന്ന് ചീത്തയാക്കണേ. ആശാനെ, ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. തലയെ ഞങ്ങള് ചീത്തയാക്കിയിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. ഈ തലയുടെ ഫാൻസാ ഞങ്ങള്. ആശാന്റെ ഗുസ്തി കണ്ട് കണ്ട് ആദ്യം ആശാനോടായിരുന്നു ആരാധന. ആശാന്റെ മോനായതുകൊണ്ട് അല്പം ആരാധന തലയിലോട്ടും പോയി. അതൊരു തെറ്റാണോ ആശാനെ? സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം. മകളെ, ഇവർക്ക് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക. വേണ്ട, ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം. 18 ദോശക്ക് ചമ്മന്തി പോരല്ലോ. പണിതോ എന്റെ തന്തക്കിട്ട് തന്നെ പണിതോ. വിശപ്പിന് തന്തയില്ല തന്നെ. അപ്പൊ ആശാനെ, ഓ, ചെറുക്കന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ ഉറപ്പിച്ചെന്ന് ഞാൻ ചെന്നങ്ങ് പറഞ്ഞോട്ടെ. താൻ ധൈര്യമായിട്ട് എന്ന് പറയടോ. പാസ്കോയെ, എടാ മഞ്ഞുമേന്ന് റേച്ചലിനെ കാണാൻ വന്ന ആ ബാങ്കുകാരന്റെ കാര്യം ഞാനങ്ങ് ഉറപ്പിച്ചു. ഇത്രയും കാലം ഇവളുടെ കാര്യത്തിന് ഒരു തീരുമാനം ആകട്ടെ എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറി. ഇനി അത് പറ്റില്ല. ഇയാൾ നിനക്കിണങ്ങനെ ഒരു പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടാ വന്നിരിക്കുന്നത്. നാളെ തന്നെ പോയെങ്കിൽ കാണണം. അങ്ങോട്ട് അനുസരിച്ചാ മതി, മറിച്ചൊന്നും പറയണ്ട. ഈ കാര്യത്തിന് ഞങ്ങൾ ആശാന്റെ കൂടെ തന്നെയാ. തലയെ കെട്ടിച്ചുവിട്ടപ്പനെ ഞങ്ങളുടെ ബാധ്യത തീർന്നല്ലോ. തലയെ കൊണ്ടുപോയി പെണ്ണ് കാണിക്കുന്ന കാര്യം ഞങ്ങ ഏറ്റാശാനെ. ഉണ്ട ദോശക്കുള്ള നന്ദിയാന്ന് കരുതിയാ മതി. ഒരു മിനിറ്റ്. അതെ, ഞാൻ കൊണ്ടുവന്ന കേസ് ആയതുകൊണ്ട് ഭംഗി വാക്ക് പറയാനെന്ന് വിചാരിക്കരുത്. ആ കോളനിയിൽ ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. ആണും പെണ്ണുമായിട്ട് അതൊരെണ്ണം മാത്രമേ ഉള്ളൂ. എന്നാലും ആ കുട്ടി സ്വയം അധ്വാനിച്ച് ഡെയിലി 100-500 റുപ്യ ഉണ്ടാക്കും. പട്ടികളെ. പെൺകുട്ടിയുടെ പേര് ലത. ലത, തല തിരിഞ്ഞാൽ ലത, മിസ്സസ് ലത തല. എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ. ആശാനെ, ഞങ്ങൾ വളരെ ഡീസന്റ് ആയിട്ട് നാളെ പെണ്ണ് കാണാൻ പോലെയാണ്. ഒരു ഡബിൾ ഓംലെറ്റ് വെച്ചേ. തലേ കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രോക്കറെ പറ്റിക്കേട്ടാ. വേണ്ടടാ, 2 അടി കൊടുത്തു വിട്ടു. എന്ത് കാണിക്കണത്? കണ്ണിക്കൊണ്ടില്ല. പെണ്ണിന്റെ വീടെത്തി. നിങ്ങൾക്ക് ഇന്നെങ്കിലും ഒന്ന് വെള്ളം അടിക്കാതിരുന്നൂടെ? എന്റെ എല്ലാ സ്വഭാവങ്ങളും അവരറിഞ്ഞിരിക്കണം ബ്രോക്കറെ. നമ്മളൊരു പെണ്ണിനെ ചതിച്ചു എന്ന് പറയുന്നത് ബ്രോക്കറെ. അവർക്ക് ഇഷ്ടമല്ല, അവർ ഒഴിഞ്ഞു പോക്കോട്ടെ. തല പോയി കണ്ടേച്ചു വാ, ഞങ്ങൾക്ക് കുറച്ചുകൂടി പണിയുണ്ട്. തലേ, ഹാപ്പി പെണ്ണ് കാണൽ. കാണണ്ട, കണ്ട ഈ വണ്ടിയിലെ പെട്രോൾ വരെ ആള് കുടിച്ചു തീർക്കൂടാ. ഞാൻ പെട്രോൾ കുടിച്ചു നോക്കാം. പിന്നെന്താണ് കുടിച്ചത്? OBR അല്ല, മണവാട്ടി. ഒരു ക്ലൂ തരാവോ? മോളെ, ചായ വേണ്ട, 2 കാലി ഗ്ലാസ് മതി. ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ലോകത്ത് ഇതുപോലെ അമ്മായിയപ്പനെ മരിമോനെ ഇനി ഒത്തുകിട്ട. എടോ ബ്രോക്കറെ, ഇവന്റെ ഒപ്പം മൈക്കിന് പഠിക്കാൻ ഷാപ്പിൽ പോകുന്ന കാലത്ത്, അല്ല സ്കൂളിൽ പോകുന്ന കാലത്തോട്ടുള്ള പരിചയമായി ഞങ്ങൾ തമ്മില്. ഇതെന്റെ മൈക്കിളിന്റെ മോനാണെങ്കിൽ എനിക്കൊന്നും ആലോചിക്കാനില്ല. ഞാൻ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു.